يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. فقال أيضا: بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم: لو أنكم توكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിന്റെ പൊരുത്തത്തിനായി ജീവിച്ച് എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും യഥാർത്ഥ മുഅ്മിനായി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ ഹജ്ജിന്റെ സമയമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ അമലുകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1-2 ആഴ്ചകളായി നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ വളരെ വിശാലമായി വളരെ കുറച്ച് നബിമാരുടെ ചരിത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചർച്ച ചെയ്ത 25 പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരുടെ ചരിത്രം വിശാലമായി അല്ലാഹു ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രവാചകനാണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയയിൽ ജനിച്ച് അവിടെ പ്രബോധനം ചെയ്ത് അവിടെ നിന്നും അല്ലാഹു തആല പല സ്ഥലങ്ങളിലേക്കും പ്രബോധനം ചെയ്യാനായിട്ട് അല്ലാഹു തആല നിയോഗിച്ച ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പല നബിമാർക്കും അവർ ജനിച്ചതായ അവർ വളർന്നതായ ആ സ്ഥലവും ആ പ്രദേശവുമായിരുന്നു അല്ലാഹു തആല പ്രബോധനത്തിന് നൽകിയത് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പല സ്ഥലങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന സജ്ജനങ്ങളുടെ ഗുണങ്ങൾ അല്ലാഹു തആല നിറച്ചിട്ടുണ്ട്, അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ആ സകലം മാതൃകയായപ്പോൾ അല്ലാഹു തആല അങ്ങനെ തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ അതിനെ വിശദീകരിക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ ആരാധനകളോട് അള്ളാഹു അല്ലാത്തവരോടുള്ള ചോദ്യവും പറച്ചിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അസ്വസ്ഥതയായിരുന്നു, പ്രയാസമായിരുന്നു.
അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീജ്വാലകളിലേക്ക് എറിയുന്നതിന് വേണ്ടി കൊണ്ടു നിർത്തി. അവിടം വരെയാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു നിർത്തിയത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശിക്ഷ വിധിച്ചു ആ നാട്ടിലെ രാജാവായ നമ്രൂദ്. ആ ശിക്ഷയിൽ ജനങ്ങളെല്ലാവരും വല്ലാത്ത തൃപ്തരായിരുന്നു. ബഹുഭൂരിഭാഗവും പറഞ്ഞു, നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ മുഴുവനും തച്ചുടച്ചു കളഞ്ഞ ഇബ്രാഹിമിനെ ഇനി ജീവിച്ചിരിക്കാൻ അവകാശമില്ല, കൊന്നുകളയണം. ശേഷം വരുന്നവർക്ക് മാതൃകയാകുന്ന ശിക്ഷ തന്നെ രാജാവ് വിധിച്ചതിൽ ഞങ്ങൾ വല്ലാതെ തൃപ്തരാണ്, ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ നേർച്ചയുടെ പൂർത്തീകരണമായിട്ട് വലിയ തീജ്വാലകൾ നിർമ്മിക്കപ്പെടുകയും അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എറിയാനായിട്ട് പോകുന്നതായ സന്ദർഭം അല്ലാഹു തആല വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ചില സംഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീജ്വാലയിലേക്ക് എറിയുന്ന സന്ദർഭം ബാഹ്യമായി ജനങ്ങളെല്ലാം ധരിക്കുന്നു, ഇതോടുകൂടി ഇബ്രാഹിമിന്റെ ശല്യം അവസാനിക്കുകയാണ്. ഇത് നമ്മളുടെ പിറകെ നടന്ന് ഉപദേശിക്കാനായിട്ട് ഇബ്രാഹിം ഉണ്ടാകൂല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പല ആൾക്കാർക്കും ഇതുപോലെയുള്ള നിർണായകമായ പല സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന്റെ തുടക്കം മുതൽ വല്ലാത്ത ഉപദ്രവവും പീഡനങ്ങളും യാതനകളും അനുഭവിക്കേണ്ട സന്ദർഭം വിശുദ്ധ ഖുർആൻ. അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വിശ്വാസികളായ ആൾക്കാരും കൂടി ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ അള്ളാഹു പറയുന്നു, പലായനം ചെയ്യാൻ, ഹിജറ ചെയ്യാൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും അവർ സഞ്ചരിക്കുന്നത്, അവർ പുറപ്പെട്ടു പോയതറിഞ്ഞിട്ട് ആ നാട്ടിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ നമ്രൂദായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിലെ ഫറോവ. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ വിശാലമായി ചർച്ച ചെയ്യുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അവർ പുറപ്പെട്ടതറിഞ്ഞിട്ട് രാജാവും രാജാവിന്റെ കിങ്കരന്മാരും ഊരിയ വാളുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സമുദായത്തിന്റെയും പിറകെ അവരും വെച്ചുപിടിക്കാൻ തുടങ്ങി. അവസാനം മൂസാ നബി അലൈഹിസ്സലാമും സമുദായവും നൈൽ നദിയുടെ മുമ്പിലെത്തി. പിറകോട്ട് നോക്കിയപ്പോൾ ഫറോവയും കിങ്കരന്മാരും ഊരിപ്പിടിച്ച വാളുമായി മുമ്പിൽ വന്ന് നിൽക്കുകയാ, തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാ. മുമ്പിൽ നോക്കുമ്പോൾ ആർത്തിരമ്പി ഒഴുകുന്നതായ നൈൽ നദി. ഈ സന്ദർഭത്തിൽ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ബലഹീനരായി. വിശ്വാസികൾ അവരുടെ വിശ്വാസം അത് ഉറപ്പിച്ചു നിൽക്കേണ്ട സാഹചര്യം വരും, സന്ദർഭം വരും. അള്ളാഹു പറയുന്നു, ആ സന്ദർഭം അള്ളാഹു പരിഗണിക്കപ്പെടുന്ന സന്ദർഭമാണ്. ചില ആൾക്കാർ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ പതറാൻ തുടങ്ങി, അസ്വസ്ഥരാകാൻ തുടങ്ങി. അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങളെ കൊന്നുകളയാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്, അള്ളാഹു നമ്മളെ സഹായിക്കും. ഈ വാക്കിന് രണ്ട് തരത്തിലുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിന് രണ്ട് തരത്തിലുള്ള പദങ്ങൾ വിശുദ്ധമായ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒന്ന് അർ-റജാ, പ്രതീക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൽ അതിയായ പ്രതീക്ഷയുള്ള വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടുകൂടി ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണത്തെക്കുറിച്ച് പറയുന്നു. അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവരായിരിക്കും. റജാഇന്റെ ഗുണമുള്ളവരായിരിക്കും. അതിനോട് തന്നെ ചേർത്ത് പറയാൻ കഴിയുന്ന മറ്റൊരു വാക്കാണ് നമുക്ക് വളരെ സുപരിചിതമായ വാക്ക്, അത്തവക്കുൽ അലല്ലാഹ്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് പ്രതീക്ഷയുണ്ടാകുമ്പോൾ, തന്റെ വിഷയങ്ങൾ, തന്റെ പ്രശ്നങ്ങൾ എന്റെ റബ്ബ് പരിഹരിക്കുമെന്നുള്ള അടിയുറച്ച ഒരു വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യനിൽ രൂഢമൂലമാകുമ്പോൾ ആ ഉണ്ടാകുന്ന സ്വഭാവത്തിനാണ് വിശുദ്ധമായ ഖുർആൻ അത്തവക്കുൽ അലല്ലാഹ്, അത്തഫ്വീദു ഇലല്ലാഹ്. അവന്റെ പ്രശ്നം, അവന്റെ കാര്യം അത് അള്ളാഹുവിലേക്ക് അവൻ ഏൽപ്പിക്കുന്നു, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അത്തവക്കുൽ, അതുമായി ബന്ധപ്പെട്ടാണ് വക്കാലത്തിന്റെ വാക്ക് വരെ എത്തുന്നത്. വക്കീൽ, എനിക്ക് പറ്റാത്ത ഒരു കാര്യം അത് വേറൊരാളെ കൊണ്ട് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എനിക്ക് പറ്റുന്നില്ല, പറ്റുന്ന ഒരാളിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിനാണ് വക്കീല് എന്ന വാക്ക് പറയുന്നത്. ഏൽപ്പിക്കപ്പെട്ട വ്യക്തി, വക്കാലത്ത്, അതിന്റെ പൂർണ്ണ രൂപം അതേ അർത്ഥത്തിൽ തന്നെ വിശദീകരിക്കപ്പെടുന്നു. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അവന്റെ പ്രശ്നങ്ങളെ, അവന്റെ കാര്യത്തെ പരിപൂർണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുക. അത്തവക്കുൽ അലല്ലാഹ്, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നമ്മളൊക്കെ തവക്കുലുള്ള ആൾക്കാരാ, ചില സന്ദർഭങ്ങളിൽ മാത്രം,
ചില സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് പ്രതീക്ഷയുണ്ട് ഈ കാര്യം ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ ഒരു തവക്കുലുമില്ല. നമുക്ക് നമ്മളുടെ വിശ്വാസം നമ്മളുടെ കഴിവിലേക്കും നമ്മളുടെ യോഗ്യതയിലേക്കും അല്ലെങ്കിൽ നമുക്ക് നേടിത്തരാൻ സാഹചര്യമുണ്ടാക്കുന്ന സന്ദർഭമുണ്ടാക്കുന്ന നാമുമായി ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് പലപ്പോഴും നമ്മളുടെ തവക്കുലുകൾ മാറുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ അന്തർലീനമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ മൂസാ നബി അലൈഹി സ്വലാമിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹുവിലേക്ക് പ്രശ്നമേൽപ്പിച്ചു, പരസ്യമായിട്ട് പറഞ്ഞു, കൂട്ടത്തിലുള്ള മുഅ്മിനീങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഏൽപ്പിക്കും. ബഹുഭൂരിഭാഗവും അംഗീകരിക്കാൻ തയ്യാറായി. കാരണം വർഷങ്ങളായിട്ട് ഉറപ്പിച്ചെടുത്ത വിശ്വാസവുമായി പുറപ്പെട്ടവരായിരുന്നു ഈ കുറഞ്ഞ ആൾക്കാർ. എങ്കിലും ആ സന്ദർഭത്തിലും ചില ആൾക്കാർ പതറിപ്പോയി, വിശ്വാസത്തിൽ ബലഹീനമായി പല ആൾക്കാരും മാറാൻ തയ്യാറായി. ഫറോവയുടെ കിങ്കരന്മാരുടെ മുമ്പിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, അങ്ങയോടൊപ്പം ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് അടിയറവ് വെക്കാൻ പല ആൾക്കാരും തയ്യാറായി. ഈമാൻ ബലഹീനമായപ്പോൾ അല്ലാഹു തആല അത്ഭുതകരമായ സഹായം മൂസാ നബി അലൈഹി സ്വലാമിനെയും കൂട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസികൾക്കും അല്ലാഹു തആല നൽകി. എവിടെയെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യൻ വേണ്ട രീതിയിൽ അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അല്ലാഹു തആല അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പല സംഭവങ്ങൾ നമ്മളിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ചെയ്തു. അല്ലാഹു തആല അവർക്ക് രക്ഷപ്പെടാനും വേണ്ടി ഇതുവരെയും അവരാരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്ഭുതകരമായ സഹായം അല്ലാഹു തആല അവിടെ ഇറക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും രക്ഷപ്പെടാനും വേണ്ടി ഇങ്ങനെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി, അത് ഏതു ഭാഗത്തേക്കാണ് ഒഴുകുന്നത് ആ ഭാഗത്തേക്ക് അതിവേഗതയിൽ അതിശക്തിയിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിൽ ശക്തമായ പല വസ്തുക്കളെയും അതിങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോകും. അതിഭയാനകരമായ ഭാരമേറിയ പല വസ്തുക്കളെയും ആ നദികൾ പലപ്പോഴും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോകും. അത് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു നിത്യ കാഴ്ചയായതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാതെ നമുക്കറിയാം. അത്രയ്ക്കും വേഗതയിൽ അത്രയ്ക്കും ശക്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദ്രം പെട്ടെന്നൊരു മതില് പോലായി മാറുകയും അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും രക്ഷപ്പെടുകയും ഈ നൈൽ നദി എന്റെ അധീനതയിലാണ് എന്ന് അവകാശപ്പെട്ടതായ ഫറോവയെ അല്ലാഹു തആല അതിൽ മുക്കിക്കൊല്ലുകയും അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് ഇതൊരു ഗുണപാഠമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ തവക്കുൽ കൂടിയാണ് ഇവിടുത്തെ ഗുണപാഠം. പലപ്പോഴും നമ്മൾ ഫറോവയെ ശിക്ഷയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യും. നാം അവിടെ നമ്മളുടെ ജീവിതത്തിലേക്ക് നാം സാംശീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വെച്ചിട്ട് വിശദീകരിക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല ഗുണപാഠമായിട്ട് ഖിയാമത്ത് നാൾ വരെ വെക്കുമെന്ന് പറഞ്ഞത് ഫറോവയുടെ ബാഹ്യമായ ജഡം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വലിയ ചരിത്രവും അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെയും തന്റെ പ്രശ്നം പരിപൂർണമായിട്ടും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയും അല്ലാഹു സഹായിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം അത് 100-ൽ 110% അവരിൽ ഉറപ്പോടുകൂടി അവർ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു തആല അവിടെ അത്ഭുതമുണ്ടാക്കി, വഴി തുറന്നു കൊടുത്തു. അതിനേക്കാൾ വലിയ അത്ഭുതം, അതേ സമുദ്രത്തിൽ അല്ലാഹു തആല ഫറോവയും കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരെയും മുക്കിക്കൊന്നു. എന്നിട്ട് അല്ലാഹു തആല ഫറോവയുടെ ശരീരം സാധാരണ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് എത്രയാണോ ഭൂമിയിൽ ശേഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു പരിധിയുമില്ലാതെ അല്ലാഹു തആല പറഞ്ഞു, ഒരു രാസവസ്തുവുമില്ലാതെ ഇന്നും ഫറോവയുടെ ജഡം, ഭൗതിക ജഡം ഇന്നും ശേഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്തിലെ മ്യൂസിയങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞു, അൽ യൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ അങ്ങനെ തന്നെ ബദൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സൂക്ഷിക്കും. അതിലൂടെ ആ ജഡം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഗുണപാഠം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ തവക്കുലിന്റെ ഭാഗമാണ് അത്ഭുതം അല്ലാഹു തആല ഉണ്ടാക്കിയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നബിമാരുടെ ചരിത്രം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ പ്രബോധനം വല്ലാത്ത ദുർഘടമായ സന്ദർഭം. ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, മരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ട ആൾക്കാർ, തന്നോടൊപ്പം ചെറുപ്രായം മുതൽ കളിച്ചു വളർന്ന ആൾക്കാർ, തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരാണ് എന്ന് പല പ്രാവശ്യം ചേർത്തു പറഞ്ഞ ആൾക്കാർ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രംഗത്തേക്ക് വന്നപ്പോൾ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഭരമേൽപ്പിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അവർ തിരിയാൻ തുടങ്ങി. പ്രശ്നമായി. അള്ളാഹുവിന്റെ പ്രവാചകരെയും കൂട്ടത്തിലുള്ള ആൾക്കാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഓരോരുത്തരെ കിട്ടുന്നവരെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മക്കയിൽ നിന്നും മദീനത്തേക്ക് പലായനം ചെയ്തു പോകുന്ന സന്ദർഭം.
അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടി പുറപ്പെട്ടു. ആ പുറപ്പെട്ടത് അറിഞ്ഞിട്ട് മക്കയിലെ കുഫാറുകൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെയും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഇനാമുകൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാ. ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തരാം. മുഹമ്മദിനെയും കൂട്ടത്തിലുള്ള ആളെയും ഒന്നെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ തലയർത്തിട്ട് തല കൊണ്ടുവരാൻ പറഞ്ഞു. കുതിരസവാരിയിൽ അഗ്രഗണ്യരായ മാഹിരീങ്ങളായ നിപുണന്മാരായ ആൾക്കാർ അതിവേഗതയിൽ പല പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും മാത്രം മദീനയുടെ പരിസരത്തെത്തിയവർ. എന്നിട്ട് ഇങ്ങനെ പുറകെ ആൾ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കറും കൂടി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. ഇറാ ഗുഹയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സന്ദർഭം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലൗ നദറ അഹദുൽ മുശ്രികീന തഹ്ത ഖദമൈഹി ലറആനാ. ആ വന്നു നോക്കിയ ആൾക്കാർ അവർ പർവ്വതത്തിലേക്ക് കയറി വന്നു. പർവ്വതത്തിന്റെ പരിസരത്തെല്ലാം അവർ നോക്കി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, ആ വന്ന മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ തിരക്കി ഈ പർവ്വതത്തിലേക്ക് കയറി വന്ന മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഒരാള് ലൗ നദറ അഹദുൽ മുശ്രികീന തഹ്ത ഖദമൈഹി, അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് അവരൊന്ന് കുനിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ ലറആനാ, നമ്മളെ അവർ കാണുമായിരുന്നു, നമ്മളെ അവർ പിടിക്കുമായിരുന്നു, നമ്മളവരെ കൊന്നുകളയുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, സാനിയത്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ടുപേരും ആ ഗുഹയിലിരുന്ന സന്ദർഭത്തിൽ രണ്ടാമൻ ആദ്യത്തെ ആളോട് പറഞ്ഞ സന്ദർഭം, അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ ആദ്യ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം വിശുദ്ധ ഖുർആൻ ഇദ് തഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മൾ അതിനാ സങ്കടപ്പെടുന്നത്, നമ്മൾ അതിനാ പ്രയാസപ്പെടുന്നത്. അബൂബക്കറെ സങ്കടപ്പെടേണ്ട, അബൂബക്കറെ പ്രയാസപ്പെടേണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവിലേക്ക് നമ്മൾ വരമേൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അവർ നമ്മളെ കാണൂല, അവർ നമ്മളെ പിടിക്കൂല. അല്ലാഹുവിലേക്ക് നമ്മൾ വരമേൽപ്പിച്ചിരിക്കുകയാ. അല്ലാഹു നമ്മളെ സഹായിക്കും, അല്ലാഹു നമ്മളെ സഹായിക്കും. ഉഹദിന്റെ സന്ദർഭം വിശുദ്ധ ഖുർആൻ, ബദറിന്റെ സന്ദർഭം വിശുദ്ധ ഖുർആൻ, എല്ലാവരും പേടിപ്പെടുത്തുന്ന സന്ദർഭം അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കൾക്ക് ആർജവമുള്ള ഈമാൻ, ആർജവമുള്ള തവക്കുൽ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കുക. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടേണ്ട, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അവർ വന്നു പറഞ്ഞു, ഇവർ കൂടിയിരിക്കുകയാ, അവർ കൂടിയിരിക്കുകയാ. അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. 4ഉം 5ഉം ആൾക്കാർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ച് തറപറ്റിക്കാൻ കഴിവുള്ള മിടുക്കന്മാര് മുമ്പിൽ ആയുധവുമായി നിൽക്കുകയാ. നമ്മളുടെ അവസ്ഥ വല്ലാതെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ബലഹീനമാണ്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ കൊല ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിച്ചു നിന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് അള്ളാഹു അതുപോലെ തന്നെ എടുത്തു പറയുകയാ. ഈ ലോകം മുഴുവനും ഇളകി വന്നാലും, ഈ പ്രപഞ്ചം മുഴുവനും ഇളകി വന്നാലും, ഈ ലോകത്തുള്ള സർവ്വതും ഞങ്ങൾക്കെതിരെ വന്നാലും, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് മതി, വ നിഅമൽ വകീൽ. വരമേൽപ്പിക്കപ്പെടാൻ, തവക്കുലേൽപ്പിക്കാൻ അള്ളാഹുവിനേക്കാളും നല്ലതായിട്ട് വേറെ ആരാ ഉള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ തീജ്വാലയിലേക്ക് എറിയാൻ പോകുന്ന സന്ദർഭം അള്ളാഹു എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെയുള്ള സന്ദർഭം വരുമ്പോൾ സഹായമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എത്തിയിരിക്കുകയാ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എത്തിയിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പേര് നൽകി. ആ പേര് ഖലീലുള്ളാഹ് എന്ന, അള്ളാഹുവിന്റെ ആത്മമിത്രം, അടുത്ത സുഹൃത്ത് എന്ന പേര് നൽകി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹു പറഞ്ഞു വിട്ട ആളാ. ആ ആളോട് പറഞ്ഞു, ജിബ്രീൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു മഈ, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. അല്ലാഹു പറഞ്ഞു വിട്ട ആളോട് പറയുക, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഈ സങ്കീർണമായ സന്ദർഭത്തിൽ അല്ലാഹു എനിക്ക് മതി, വ നിഅമൽ വകീൽ. ഭരമേൽപ്പിക്കാൻ, തവക്കുലേൽപ്പിക്കാൻ, തവക്കുൽ ചെയ്യാൻ അല്ലാഹുവിനേക്കാൾ വേറെ ആരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാ, നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങൾ വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതറും. ഉറച്ച വിശ്വാസം, യഖീനോടുകൂടിയുള്ള തവക്കുൽ, വെറും വാക്കല്ല.
മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന തീജ്വാലയാ, അതിന്റെ പരിസരത്തേക്ക് പോലും പോകാൻ കഴിയൂല. കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ട് അടുത്ത നിമിഷം തീജ്വാലകളിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയപ്പെടാൻ പോകുകയാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയുന്നതിന് തൊട്ടു മുമ്പത്തെ സന്ദർഭം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലാഹു എനിക്ക് മതി. ആ പ്രശ്നത്തെ പരിപൂർണമായും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. ഇടത്തോട്ട് നോക്കിയില്ല എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്, വലത്തോട്ട് നോക്കിയില്ല എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. സഹായവുമായി വന്ന വ്യക്തിയോട് പറയുകയാ, അള്ളാഹു വിട്ട വ്യക്തിയോട് പറയുകയാ, അള്ളാഹു എന്നെ നേരിട്ട് സഹായിക്കും, അള്ളാഹുവിന്റെ സഹായം എനിക്ക് മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിത ചരിത്രം അങ്ങോട്ട് തുടങ്ങുകയാ പ്രിയപ്പെട്ടവരെ. ആദ്യം മുതൽ അവസാനം വരെ തവക്കുൽ നിറഞ്ഞു നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. അള്ളാഹ് പറഞ്ഞു, മകനെയും ഭാര്യയും കൊണ്ടുപോയി മക്കത്ത് വിട്ടിട്ട് വരാൻ ഒരു പുഴു പോലും ഇല്ലാത്ത സന്ദർഭം, ഒരു ഭക്ഷണവും ഇല്ലാത്ത സന്ദർഭം, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സന്ദർഭം. ഭാര്യയും മകനെയും അള്ളാഹുലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി. അള്ളാഹു അത്ഭുതമുണ്ടാക്കി. ഇന്ന് നാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രശ്നത്തെ പരിപൂർണമായി അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പ്രതിദാനമാണ്, അതിന്റെ പ്രതിഫലനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുകയാ. എന്തിനാ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നത്? എന്തിനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ ചര്യ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ചര്യയാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിന്റെ അത്ഭുതകരമായ ഇതുപോലെയുള്ള സങ്കീർണമായ സന്ദർഭത്തിൽ ഒരൽപ്പം പോലും അമാദിക്കാതെ അള്ളാഹുവിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ, അതും പ്രതീക്ഷ ഒരൽപ്പം പോലും അറ്റിട്ടില്ലാതെ അള്ളാഹു ഉറപ്പായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞു ഖുദ്സിയായ ഹദീസ്, എന്നെ കുറിച്ച് എങ്ങനെയാണോ എന്റെ അടിമ ധരിക്കുന്നത്, ഞാൻ അങ്ങനെയായിരിക്കും അവനുമായി വർത്തിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ എന്തെല്ലാം സന്ദർഭങ്ങളാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോഴൊക്കെ എങ്ങനെയാ നാം ചെയ്യുന്നത്? എപ്പോഴൊക്കെ നമ്മുടെ മാനസിക അവസ്ഥ എന്താ? അതിന്റെ അർത്ഥം ഒരു പരിശ്രമവും ഇല്ലാതെ, നാമുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ അള്ളാഹുലേക്ക് വരവേൽപ്പിച്ചുകൊണ്ട് നിഷ്ക്രിയനായിട്ടിരിക്കുക എന്നല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. അത്തവക്കുലിനെ ഇത്രയും സുന്ദരമായി വിശദീകരിക്കുന്നത് വേറെ എവിടെയും കാണാൻ കഴിയൂല. മഹാനവറുകൾ വിശദീകരിക്കുക, ഒരു മനുഷ്യന് കുട്ടിയുണ്ടാകണമെന്ന് വല്ലാത്ത ആഗ്രഹം. ആ മനുഷ്യന് കുട്ടിയെ ലാളിക്കാൻ എനിക്കൊരു മകൻ ഉണ്ടാകണം, എനിക്കൊരു പരമ്പര ഉണ്ടാകണം. എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? മാന്യമായ ഒരു വിവാഹം കഴിച്ചു, ഭാര്യയുമായി അള്ളാഹു തആല പറഞ്ഞ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ മനുഷ്യൻ ദുആ ചെയ്തു, അള്ളാഹു തആല സന്താനത്തെ നൽകി. വേറൊരു മനുഷ്യൻ വിവാഹം കഴിച്ചു, ഭാര്യയുമായി ഒരു ബന്ധവുമില്ല, രണ്ടുപേരും രണ്ടു മുറിയില്ല. എന്നിട്ട് ഇങ്ങനെ നീണ്ടു ദുആയാണ്, അള്ളാഹു എനിക്കൊരു സന്താനത്തെ നൽകണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ തവക്കുൽ വൈരുദ്ധ്യമായി വരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, ലൗ അന്നകും തവക്കലൂന അലല്ലാഹ് ഹഖ്ഖ തവക്കുലി, നിങ്ങൾ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, വരമേൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതു പ്രശ്നവും അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ വരമേൽപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ലാ റസഖക്കും, അള്ളാഹു തആല നിങ്ങൾക്ക് ഉപജീവനം നൽകും, അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും, അള്ളാഹു നിങ്ങളുടെ എത്ര ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരും. അള്ളാഹു ഏറ്റെടുത്തിട്ട് അള്ളാഹു അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഖൈർ, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പരിഹരിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട ഖൈർ തീരുമാനിക്കുന്ന തമ്പുരാൻ അത് ദൂരീകരിക്കലാണ് ഖൈർ എങ്കിൽ അല്ലാഹു തആല അതിനെ ദൂരീകരിക്കും. അതല്ല, അത് നിങ്ങൾ അനുഭവിക്കലാണ് ഖൈർ എങ്കിൽ അല്ലാഹു തആല നിങ്ങളെ അത് അനുഭവിപ്പിക്കും. പക്ഷേ അത് അനുഭവിക്കുമ്പോഴും അല്ലാഹു തആല നിങ്ങളെ അനുഗ്രഹത്തിന്റെ പട്ടികയിൽ ചേർത്ത് വെച്ചിട്ടായിരിക്കും. കാരണം അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് തമ്പുരാന് ബോധ്യമുള്ളത് കൊണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ലറസഖക്കും, അള്ളാഹു തആല നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും, അള്ളാഹു നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റും, അള്ളാഹു നിങ്ങളുടെ സങ്കീർണതയിൽ നിന്ന് നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. എങ്ങനെയാ? ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് അള്ളാഹു തആല ഉപജീവനം നൽകുന്നത് പോലെ, ഒരു പക്ഷിക്ക് അള്ളാഹു തആല ഉപജീവനം നൽകുന്നത് പോലെ, തഖ്ദു ഖിമാസ വതറൂഹു ബിതാന, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി അതിന്റെ കൂട്ടിൽ നിന്നും അത് പറന്നു പോകുന്നു. അത് പ്രദോഷമാകുമ്പോഴേക്കും അതിന്റെ കുട്ടല്, അതിന്റെ വയറ് നിറഞ്ഞിട്ട് അത് തിരിച്ചു വരുന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അള്ളാഹു തആല പരിഹരിക്കും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വിളവ് നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമായിട്ട് ഞാറ് നട്ടിട്ട് അത് വിളയുന്നതും കാത്ത് പ്രതീക്ഷിച്ചിരുന്നിട്ടില്ല ഒരൊറ്റ പക്ഷിയും.
ഒരൊറ്റ പക്ഷിയും കൃഷി ചെയ്യുന്നില്ല, ഒരൊറ്റ പക്ഷിയും അതിനുവേണ്ട ആവശ്യങ്ങളുടെ ഒരു മുൻകരുതലുകളും ചെയ്യുന്നില്ല. പ്രഭാതത്തിൽ അതിങ്ങനെ പറന്നിറങ്ങും, അല്ലാഹു തആല അവർക്ക് ഭക്ഷണം നൽകും എന്ന് പറഞ്ഞാൽ മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു, ആ പക്ഷി അതിന്റെ കൂട്ടിൽ എന്റെ റബ്ബന്റെ ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞിരുന്നില്ല. അതിന്റെ പരിശ്രമം, അല്ലാഹു അതിനോട് പറഞ്ഞ പരിശ്രമം അത് ചെയ്യും. അതിന്റെ കൂട്ടിൽ നിന്നും അത് പറന്നു പോകും, പാടം പ്രതീക്ഷിച്ച് അത് പറന്നു പോകും, പാടങ്ങളിൽ അത് പറന്നിറങ്ങും, അതിന്റെ ആവശ്യത്തിന് അത് ഭക്ഷിക്കും, അടുത്ത ഭാഗത്തേക്ക് അത് പറന്നു പോകും, ആവശ്യത്തിന് അത് കുടിക്കും. അവസാനമാകുമ്പോഴേക്കും, പ്രദോഷമാകുമ്പോഴേക്കും അതിന്റെ വയറെല്ലാം നിറഞ്ഞിട്ട് അതതിന്റെ കൂട്ടിലേക്ക് പറന്നു വരും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതുപോലെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം, അതിന്റെ തുടക്കം മുതൽ അല്ലാഹു തആല നമുക്ക് ഉപദേശമാണ്, അതിന്റെ തുടക്കം മുതൽ അല്ലാഹു നമുക്ക് മാതൃകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാതൃക അല്ലാഹു നമ്മളോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പരിപൂർണമായിട്ട് വരവേൽപ്പിക്കാൻ തയ്യാറായാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിച്ചതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ സഹായിച്ചതുപോലെ, അവസാനം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ഭുതകരമായി സഹായിച്ചതുപോലെ നിങ്ങളെയും അല്ലാഹു സഹായിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെയും അല്ലാഹു തആല ദൂരീകരിക്കും. പക്ഷേ അല്ലാഹു തയ്യാറാണ്, പക്ഷെ നമ്മൾ അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ തയ്യാറല്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആരാണ് മുഅ്മിനീങ്ങൾ എന്നറിയണ്ടേ? നിങ്ങൾ സ്വന്തമായി അവകാശപ്പെടും ഞങ്ങൾ മുഅ്മിനീങ്ങളാ, നമ്മളെല്ലാം പറയും നമ്മൾ മുഅ്മിനീങ്ങളാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാ, ഞാനും വിശ്വസിക്കുന്നതാ, എൻ്റെ ഭാര്യയും റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നതാ, എൻ്റെ മക്കളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതാ, ഞങ്ങളുടെ കുടുംബാദികളെല്ലാം വിശ്വാസികളാ. അല്ലാഹു പറയുകയാ, എന്നാൽ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയണ്ടേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരുടെ അടുക്കൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനം ഉണ്ടാകും. എന്റെ റബ്ബ്, ഞാനുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ളതിനെ പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി, അതിനേക്കാൾ വലിയ അവസ്ഥ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. അവരാണ് മുഅ്മിനീങ്ങൾ. പ്രതീക്ഷയില്ലാതെ ഒരു പ്രദേശത്തേക്ക് നാം പോയി, അവിടെ കുറെ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ സദസ്സിലാരോ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, അബ്ദുറഹ്മാന്റെ മകൻ നൗഫൽ അല്ലെങ്കിൽ അബ്ദുറഹ്മാന്റെ മകൻ അബ്ദുൾ റസാഖ് ഇന്ന പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി, ആ കുട്ടി എന്തും മിടുക്കന. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ടീച്ചർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളും അങ്ങനെ ചെയ്യണമേ എന്റെ പ്രിയപ്പെട്ടവരെ. അത് യാദർശികമായി കേൾക്കുന്ന മാതാവിന്റെ, അത് യാദർശികമായി കേൾക്കുന്ന പിതാവിന്റെ, അത് യാദർശികമായി കേൾക്കുന്ന കൊച്ചാപ്പയുടെ, അത് യാദർശികമായി കേൾക്കുന്ന മാമയുടെ മാനസികാവസ്ഥ എന്താ? ഒരു ബന്ധവും വേണ്ട. അയൽവാസിയുടെ മാനസികാവസ്ഥ എന്താ? തന്റെ മതത്തിൽ പോലും പെടാത്ത ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു അയൽവാസിയായ കുട്ടിയെക്കുറിച്ച് അവിചാരിതമായി യാദർച്ഛികമായി കേട്ടാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ. ആകാംക്ഷയോടുകൂടി മാറി നിന്ന് ഫോൺ ചെയ്യും, ആകാംക്ഷയോട് അവരോടും ഇവരോടും എല്ലാം പറയും, ആ കുട്ടി ഏതാണെന്ന് അറിയണ്ടേ? എന്റെ അയൽവക്കത്തുള്ളതാ. ആ കുട്ടി ഏതാണെന്ന് അറിയണ്ടേ? എന്റെ ജ്യേഷ്ഠന്റെ മകനാ. ആ കുട്ടി ഏതാണെന്ന് അറിയണ്ടേ? എന്റെ സഹോദരിയുടെ മകനാ. ആ മനസ്സിലുണ്ടാകുന്ന മാനസികാവസ്ഥ, അതിന്റെ പൂർണ്ണ രൂപം വജിലത്തു ഖുലൂബുഹും. എന്റെ റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്റെ റബ്ബ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാകും. വജിലത്തു ഖുലൂബുഹും, അവരാണ് മുഅ്മിനീങ്ങൾ. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഇങ്ങനെ പറയുമ്പോൾ, ആ ഖുദ്റത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ ഇങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കും. അൽ ഈമാനു യസീദു വയസീദു, ഈമാൻ ഇങ്ങനെ അധികരിക്കും, അല്ലാഹുവിനോടുള്ള സ്നേഹം കൂടും. അതിന്റെ പൂർണ്ണ രൂപം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അവസാനം വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അങ്ങനെ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എന്റെ റബ്ബ് എന്ന് ധ്വനി വരികയും എന്റെ റബ്ബ് എന്നുള്ള പ്രകമ്പനം ഉണ്ടാകുകയും അല്ലാഹുവിനോടുള്ളതായ വിശ്വാസം അധികരിച്ച് അവസാനം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ ചെറുതും വലുതും, അവരുടെ രഹസ്യവും പരസ്യവും, വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും രാഷ്ട്രീയ ജീവിതവും, അവരുടെ ജീവിതത്തിലെ നന്മയും തിന്മയും, അവരുടെ ജീവിതത്തിലെ സർവ്വതും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് വരവേൽപ്പിക്കാൻ അവർ തയ്യാറാകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. കുറച്ചുകൂടി വിശദീകരിച്ചാൽ അവര് മാത്രമാണ് വിശുദ്ധ ഖുർആൻ, അവര് മാത്രമാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. ഇന്നമ എന്ന പദം, ആ പദം കൊണ്ടുവന്നതിന്റെ അർത്ഥം, അതിന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയാൽ മനസ്സിലാകും. അതിന്റെ അർത്ഥം ഈ ഗുണമുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ, അല്ലാത്തവർ മുഅ്മിനീങ്ങളാകൂല. അല്ലാഹു നമ്മളെയും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലേക്ക് അവർ ഭരമേൽപ്പിക്കുന്നവരാ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ മാഹുവ തവക്കുൽ, എന്താണ് തവക്കുൽ എന്ന് വിശദീകരിക്കുക. അള്ളാഹിന്റെ പ്രവാചകൻ വളരെ സരളമായി പറഞ്ഞു. ഒട്ടകപ്പുറത്ത് വന്ന സഹാബിയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകത്തെ, അതിന്റെ വാഹനത്തെ, ആ വാഹനത്തെ അതിനെ ബന്ധിക്കേണ്ടതായ മരത്തിൽ അതിനെ ബന്ധിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ വരമേൽപ്പിക്കുക. ഈ ബന്ധിപ്പിച്ച വാഹനത്തെയും നഷ്ടപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു എന്നോട് പറഞ്ഞു, ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. എന്റെ വാഹനം അതെങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് ആ സൂക്ഷിക്കേണ്ടതുപോലെ ഞാൻ സൂക്ഷിച്ചു. എന്റെ സാധനം എങ്ങനെയാണോ ഞാൻ സൂക്ഷിക്കേണ്ടത് ആ സാധനത്തെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കും. എന്നിട്ട് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കും. അള്ളാഹുവേ, നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്തു റബ്ബേ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെയാണോ പരിഹരിക്കേണ്ടത്, ആ പ്രശ്നത്തെ എങ്ങനെയാണോ സമീപിക്കേണ്ടത്, ന്യായമായ രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ, ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ സമീപിക്കും. എന്നിട്ട് എന്റെ വിശ്വാസം എന്താണ്? അള്ളാഹു എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യും. പക്ഷേ ഇതിന്റെ പരിഹാരം, ഇതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം, ഇതിന്റെ സൊല്യൂഷൻ അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ്. അള്ളാഹ് അല്ലാതെ വേറൊരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നപരിഹാരം നടത്താനേ കഴിയൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ രക്ഷിതാവിലേക്ക് വരവേൽപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. എത്ര വലിയ പ്രശ്നം വന്നാലും. സഹാബാക്കളുടെ സാധാരണഗതിയിലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഈ തവക്കുലുമായി ബന്ധപ്പെട്ട ബാബ് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിസാരമായ പ്രശ്നം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ വാറൊന്ന് പൊട്ടിപ്പോയാൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ കയ്യിൽ പൈസയുണ്ട്, വാങ്ങാൻ തൊട്ടടുത്ത കടയുണ്ട്, നമ്മളിങ്ങനെ പോകുകയാ, നമ്മുടെ വാഹനത്തിന് ചെറിയൊരു പ്രശ്നം വന്നു, വലിയ പ്രശ്നം പോലെ നാം അതിനെ കാണും, അള്ളാഹുലേക്ക് അതിനെ ഏൽപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹു നീ സംരക്ഷിക്കണേ അല്ലാ. ചെറിയ കാലിലൊരു മുള്ളുകൊള്ളും, അള്ളാഹുലേക്ക് ഏൽപ്പിക്കും. അത്തഫ്വീദു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏൽപ്പിക്കും. അള്ളാഹു നമുക്ക് നൽകിയ അമാനത്ത്, മകൻ, അള്ളാഹു നിന്നിലേക്ക് ഞാൻ വരവേൽപ്പിച്ചു തമ്പുരാനെ, അള്ളാഹു ഞാൻ വീട്ടിൽ നിന്നും പോകുകയാ തമ്പുരാനെ, എന്റെ വീട് അള്ളാഹു നിന്നിലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു അല്ലാ, എന്റെ മക്കൾ നിന്നിലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു തമ്പുരാനെ, എന്റെ വയോവൃദ്ധരായ മാതാപിതാക്കൾ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ, എന്റെ സഹധർമ്മിണിയായ എന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നിലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു തമ്പുരാനെ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, രാപകലില്ലാതെ പാടുപെട്ട് കഷ്ടപ്പെട്ട് എന്റെ സാമ്രാജ്യമായി ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന എന്റെ കച്ചവട സാമഗ്രികൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു തമ്പുരാനെ. അതിൽ ലാഭമുണ്ടായാൽ അൽഹംദുലില്ലാ, ബുദ്ധിമുട്ട് വന്നാൽ അല്ലാഹുവേ എന്റെ തവക്കുലിൽ ബലഹീനത വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു നീ പരിഹരിച്ചു നൽകണേ അല്ലാ. അല്ലാഹു നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ നീ പരിഹരിക്കണേ അല്ലാ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങണം, നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഭവമാകണം. ഇത് നമ്മളുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും നമ്മളുടെ നാടുകളിലേക്കും അത് പകരണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം, അതിന്റെ പ്രവർത്തകരായിട്ട് നമ്മളെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അത്ഭുതകരമായ ജീവിതം ഗുണം കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇത്രയും പ്രിയപ്പെട്ടതായത്. ആ വഴിയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം വന്ന് നിൽക്കാൻ, അവർ നിൽക്കുന്ന സഫിന്റെ പിറകിലെങ്കിലും വന്ന് നിൽക്കാൻ അള്ളാഹു താല ഈ ഗുണങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത കാലഘട്ടത്തിൽ നാമുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, നാമുമായി ബന്ധപ്പെട്ട കടമകളെ പൂർത്തിയാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില മസ്അലകളാണ് രണ്ടാമത്തെ ഖുതുബയിൽ 1-2 ആഴ്ചകളായി നാം ചർച്ച ചെയ്യുന്നത്.
അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചില ആൾക്കാരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ പിതാവ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ഭൂമിയിൽ ആർക്കും നമസ്കരിക്കാൻ പറ്റൂല. ആ മനുഷ്യന്റെ മരണത്തോടുകൂടി നമസ്കരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ മനുഷ്യന് വേണ്ടി നോമ്പ് നോക്കാനും പറ്റൂല. ആ മനുഷ്യന് വേണ്ടി സദഖ ചെയ്യാനും പറ്റൂല. ആ മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുആ ചെയ്യുക നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി. അതാരാണെങ്കിലും മരണപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുക. ഇബാദത്തായിട്ട് ആകെ ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു ഇബാദത്ത് അത് വിശുദ്ധമായ ഹജ്ജ് കർമ്മം മാത്രമാണ്. പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സാധുവിന് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ടായില്ല. രണ്ടാമത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ വിഷയത്തിൽ ആരും ഒരു ഗൗരവവും കാണിക്കാറില്ല. പലപ്പോഴും ഹജ്ജ് യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും ഹജ്ജിന് പോകുന്നത് ആ വീട്ടിലെ പുരുഷന് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് ഹജ്ജിന് പോകും. ഭാര്യയെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ തയ്യാറാകൂല. അല്ലെങ്കിൽ തയ്യാറുണ്ടെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം നീ പോകാം, അല്ലെങ്കിൽ മകനോടൊപ്പം പോകാം, അല്ലെങ്കിൽ മരുമകനോടൊപ്പം പോകാം. പല കാരണങ്ങൾ പറഞ്ഞു മാറ്റിവെക്കാറുണ്ട്. സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടിയുള്ള ചില ആൾക്കാരുടെ വാക്കുകൾ കേട്ടതിൻ്റെ പേരിലാണ് നിങ്ങളോടിത് തുറന്നു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളുടെ ബാധ്യതയാണ് പ്രായമായ മാതാപിതാക്കൾ. അവർക്ക് ഹജ്ജിന് പോകാൻ സ്വന്തമായി കയ്യിൽ പൈസയില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ഹജ്ജിന് വിടണമേ. അവർക്ക് നിർബന്ധമല്ല, സ്വന്തമായി പൈസയില്ല, പക്ഷെ അവർ അതിയായ ആഗ്രഹത്തോടു കൂടിയ ഓരോ പ്രാവശ്യവും ഹജ്ജിനെ കുറിച്ച് കേൾക്കുമ്പോൾ സങ്കടമാണ് അവർക്ക് പ്രയാസമാണ്. മക്കൾ അടുത്ത ബിസിനസിന്റെ പാച്ചിലിൽ അടുത്തതാക്കി ഉണ്ടാക്കിയതായ കടത്തിന്റെ പേരിൽ അതിന്റെ പിറകെ നടക്കുമ്പോൾ ഈ വൃദ്ധയായ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കൂല. മരണപ്പെട്ടു കഴിയുമ്പോൾ പലരും പറഞ്ഞതിന്റെ പേരിൽ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ഞാൻ ഹജ്ജിന് പോകുകയാ, അല്ലെങ്കിൽ ഹജ്ജിന് ഒരു പ്രാവശ്യം പോയ ആരെങ്കിലും വിടാൻ തയ്യാറാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ ഒരുപക്ഷെ സമാധാനം അടയുന്നതിന് വേണ്ടിയാണ് എങ്കിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ പിതാവിനെ വിട്ടാലുണ്ടാകുന്ന സന്തോഷം, ആ പിതാവിനെ വിട്ടാലുണ്ടാകുന്ന പ്രതിഫലം അതിൻ്റെ 1000-ൽ 1 അംശം ഇതാകൂല. അതിൻ്റെ അർത്ഥം വേണ്ട എന്നല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് എങ്കിൽ ആ മാതാപിതാക്കളെ നിങ്ങൾക്ക് ഹജ്ജിന് വിടാനുള്ള സൗകര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയാ, അള്ളാഹുവാണ് സത്യം. ആ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വിടണമേ. സങ്കടത്തോടുകൂടി ഒരു പിതാവ് കണ്ണു നിറഞ്ഞ് പറഞ്ഞത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകൻ വിചാരിച്ചാൽ എന്നെ വിടാൻ കഴിയും. ആ പിതാവിന്റെ വാക്കാ, എൻ്റെ മകൻ വിചാരിച്ചാൽ എന്നെ വിടാൻ കഴിയും. അതെനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവൻ വിചാരിക്കുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തേ പറയാത്തത്? അവന് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നേരത്തെ ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടല്ല. അതിന്റെ അർത്ഥം ഒരു കട നടത്തുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യമുള്ള മനുഷ്യൻ അതിൽ തന്നെ ഇരിക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. 2-ലേക്കും 10-ലേക്കും 100-ലേക്കും നിങ്ങൾ പോകുന്നത് അത് ഇബാദത്താണ്, അള്ളാഹു പറഞ്ഞ രീതിയിലാണ് എങ്കിൽ. പക്ഷേ അതിനിടയിൽ ഒരല്പം നിങ്ങളൊന്ന് പുറകോട്ട് നിന്നാൽ, ഒരല്പം നിങ്ങളൊന്ന് താഴാൻ തയ്യാറായാൽ, ഒരല്പം നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഒരല്പം നിങ്ങളൊരു പിന്നോട്ട് നിൽക്കാൻ തയ്യാറായാൽ ആ പ്രിയപ്പെട്ട വാപ്പയെ ഹജ്ജിന് വിടാൻ കഴിയും, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട ഉമ്മയെ ഹജ്ജിന് വിടാൻ കഴിയുമെങ്കിൽ അള്ളാഹുവാണ് സത്യം. നിങ്ങളുടെ സാമ്രാജ്യം അള്ളാഹു 1000 മടങ്ങ് ഉയർത്തിത്തരും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പ്രായമായ വാപ്പ ഉണ്ട് എങ്കിൽ, പ്രായമായ ഉമ്മ ഉണ്ട് എങ്കിൽ അവരുടെ അടുക്കൽ പോയിട്ട് നമ്മൾ പറയണം, വാപ്പ ഹജ്ജിന് പോകാൻ തയ്യാറായിക്കൊള്ളൻ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും. ഉമ്മ നിങ്ങളും തയ്യാറായിക്കൊള്ളൻ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലുതൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു മകൻ വന്ന് പരാതി പറഞ്ഞു. എന്താ പരാതി? ഖലീഫയുടെ അടുക്കൽ വന്നിട്ട് മകന്റെ പരാതി, എൻ്റെ വാപ്പ ആവശ്യമില്ലാതെ സമ്പത്ത് ചെലവാക്കുകയാ. അതൊരു പ്രശ്നമാണ്, അതൊരു പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട മസ്അല പറയുന്നതിന് മുമ്പ്, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് മുമ്പ് ആ വന്നു പറഞ്ഞ മകനോട് കർക്കശ സ്വരത്തിൽ ഖലീഫ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അൻത വമാലുക ലിഅബീക, നീയും നിന്റെ സർവ്വ സാമ്രാജ്യവും നിന്റെ പിതാവിൻ്റെതാണ്. അത് മറക്കരുത്. നീയും നിന്റെ സർവ്വ സാമ്രാജ്യവും നിന്റെ പിതാവിൻ്റെതാണ്. അൻത വമാലുക ലിഅബീക, നീയും നിന്റെ സർവ്വ സമ്പത്തും
നിന്റെ പിതാവിന്റെ സമ്പത്താ. അത് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമാ, പ്രയാസമാ. എൻ്റെ വാപ്പ അത് ആഗ്രഹിച്ചിരുന്നു, എൻ്റെ വാപ്പ ഇതാഗ്രഹിച്ചിരുന്നു. പല ആൾക്കാരും പറയാറുണ്ട്, എൻ്റെ വാപ്പ ഉപയോഗിച്ച വാഹനമാ, അത് ഞാൻ വിൽക്കൂല, അത് ഓടിക്കാൻ പറ്റുന്ന കാലഘട്ടത്തോളം ഓടിക്കും. വാപ്പയുമായി ബന്ധപ്പെട്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനേക്കാളൊക്കെ അപ്പുറമാ. വാപ്പ ആഗ്രഹിച്ച ഹജ്ജ് കർമ്മം ചെയ്യാൻ നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് മക്കളായ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളുടെ ചെലവിൽ ആ പ്രായമായ വാപ്പയും ഉമ്മയും ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിന്റെ ഫലം ജീവിതത്തിലും മരണത്തിനു ശേഷവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد. اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم خصوصا من أولهم إلى آخرهم يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അർഹമറഹീമായ നാഥ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, അവർക്ക് നീ പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹു. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അള്ളാഹു. അവർക്ക് തൃപ്തിയാകുന്ന, സന്തോഷകരമാകുന്ന ദീനിയായ രീതിയിൽ അള്ളാഹു അവരെ പരിചരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹു. ഞങ്ങളിൽ ഹജ്ജ് പോകാൻ നിർബന്ധമായ ആൾക്കാർ അള്ളാഹു അവരെ ഏറ്റവും അടുത്ത സമയത്ത് നീ അവിടേക്ക് എത്തിക്കണേ അള്ളാഹു. ഞങ്ങളിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാർ അള്ളാഹു, ഞങ്ങൾ കാരണം അവരെ നീ ഹജ്ജിന് അവിടേക്ക് എത്തിക്കണേ അള്ളാഹു. ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു, മഴയെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അള്ളാഹു. പ്രകൃതിയെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അള്ളാഹു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും നീ ഉണ്ടാക്കല്ലേ അള്ളാഹു. നിന്റെ പ്രകൃതി അള്ളാഹു, നീയാണ് അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു. മുഴുവനും അള്ളാഹു ഞങ്ങൾക്ക് അനുകൂലമായി ഖൈറായ രീതിയിലാക്കണേ തമ്പുരാനെ അള്ളാഹു. ഒരു വസ്തുവിനെ പോലും അള്ളാഹു, ലോകത്തുള്ള ഒരു മനുഷ്യനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ലേ അള്ളാഹു. ഞങ്ങളുടെ നാടുകളിൽ ശാന്തിയും സമാധാനവും നീ ഉണ്ടാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.